ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പർപ്പസിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും മേ ബി. അപ്പോഴെന്താ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക, അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ RRBJ CPT ഫണ്ടിന്റെ എല്ലാ ഷിഫ്റ്റിന്റെയും ആവറേജ് റോ മാർക്സിന്റെ ബേസിൽ ഏകദേശം നമ്മളിപ്പം നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് ഡാറ്റാസ് വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മളെ ഒരു റാങ്ക് മിത്ര എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വെബ്സൈറ്റിലുണ്ട്. അതിന്റെ ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മളിത് കൺസോളിഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു എല്ലാ ഷിഫ്റ്റിലും ബ്രാഞ്ച് വൈസും സോൺ വൈസും എത്രയാണ് കിട്ടിയേക്കുന്നതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് രണ്ട് ഡീറ്റെയിൽസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് ഒരു PDF കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ PDF-ലായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷനും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത് 16 ഡിസംബറിൽ 3 ഷിഫ്റ്റ് ആയിട്ട്, 17 ഡിസംബറിൽ 3 ഷിഫ്റ്റ് ആയിട്ട്, 18 ഡിസംബറിൽ 3 ഷിഫ്റ്റ് ആയിട്ട്. അപ്പൊ അതിലൊക്കെ കിട്ടിയ ആവറേജ് മാർക്സ് ആണ് ഇപ്പൊ ഇവിടെ റൈറ്റ് കോളത്തിൽ ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. അതിനു മുന്നേ നമുക്ക് 17 നമ്മൾ അതിന്റെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അസെൻഡിങ് ഓർഡറിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ഇത് പ്രകാരം 17 മൂന്നാമത്തെ ഷിഫ്റ്റിലാണ് എന്ത് ചെയ്യാ, 44 മാർക്കാണ് ആവറേജ് ആയിട്ട് വരുന്നത്. 17 സെക്കൻഡ് ഷിഫ്റ്റിൽ എന്ത് 45 മാർക്ക്. 18 ആകുമ്പോഴത്തെ അത് വീണ്ടും 45 മാർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെയുള്ളത് ഏറ്റവും കുറച്ച് ഈസി എന്ന് പറയുന്നത് എത്രയാ, 16 ഫസ്റ്റ് ഷിഫ്റ്റ് ആണ്. കുറച്ച് ഈസിയാണ്, അതുകൊണ്ടാണ് അവിടെ എന്താ ആവറേജ് മാർക്ക് അവിടെ കൂടിയിട്ട് വന്നേക്കുന്നത്. ഈ ലോവസ്റ്റും ഹയസ്റ്റും തമ്മിലുള്ള മാർക്കിന്റെ വ്യത്യാസം എത്ര, 10 മാർക്കിന്റെ അവിടെ വ്യത്യാസമുണ്ട്. ഷിഫ്റ്റുകൾ ലോവസ്റ്റ് മാർക്കും ഹയസ്റ്റ് മാർക്കും തമ്മിൽ അപ്രോക്സിമേറ്റ്ലി 9 മാർക്കിന്റെ അടുത്ത് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ ഇക്വേഷൻസിന്റെ ബേസ് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ വീണ്ടും കുറച്ചും കൂടി റെസ്പോൺസ് നമുക്ക് കൂട്ടിയപ്പോ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്തേക്കുന്നത്, നമ്മൾ 11,000 ആ ഒരു റേഞ്ചിലേക്ക് എന്താ റെസ്പോൺസ് കൂടി. ഒരു 2,000 അടുത്ത റെസ്പോൺസ് കൂടി. അപ്പൊ റെസ്പോൺസ് കൂടിയപ്പോഴും നമുക്ക് എന്താ അതിൽ നമുക്ക് ചേഞ്ചസ് വന്നിട്ടില്ല. അതായത് ആവറേജ് മാർക്സിന്റെ കേസിൽ എന്താ നമുക്ക് അവിടെ ചേഞ്ച് അവിടെ വന്നിട്ടില്ല. നോക്കുകയാണെങ്കിൽ ലോവസ്റ്റ് ആവറേജ് മാർക്ക് കിട്ടിയ 17 ലാസ്റ്റ് ഷിഫ്റ്റിനാണ്. പിന്നെ സെക്കൻഡ് ലോവസ്റ്റ് 17 തന്നെ സെക്കൻഡ് ഷിഫ്റ്റ്. പിന്നെ 18 സെക്കൻഡ് ഷിഫ്റ്റ്. പിന്നെ 17 ഫസ്റ്റ് ഷിഫ്റ്റ്. ഏറ്റവും ഹയസ്റ്റ് ആവറേജ് മാർക്ക് കിട്ടിയേക്കുന്നത് 16 ഓക്കെ, അപ്പോ ഇതിലും എന്താ 16 തന്നെയാണ് ഹയസ്റ്റ് വന്നേക്കുന്നത്. പക്ഷെ ഇതില് ആവറേജ് മാർക്കിന്റെ കേസിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇത് എന്തായിരിക്കും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും തോന്നുന്നുണ്ട്. അതായത് ഒരു ഷിഫ്റ്റിന്റെ ഈസി ഷിഫ്റ്റ്, മോഡറേറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഈസി ടു മോഡറേറ്റ് തന്നെയാണ് മാക്സിമം ഉണ്ടായിരുന്നത്. നമ്മളെ പല ചാനലിലും എന്താ ഡിസ്കസ് ചെയ്ത രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് ആവറേജ് മാർക്ക് നമുക്ക് അവിടെ കിട്ടുന്നത്. പല യൂട്യൂബ് ചാനലും എന്താ ഈസി ഷിഫ്റ്റ് ഏതാണെന്ന് അല്ലെങ്കിൽ ഈസി ടു മോഡറേറ്റ് ഷിഫ്റ്റ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് അവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ബേസ് ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ആവറേജ് മാർക്സ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഡാറ്റ എടുത്തിട്ട് കൺസോളിഡേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതായത് നമ്മളെ മുന്നത്തെ ആ ഒരു ഷിഫ്റ്റ് അനാലിസിസ് നമ്മൾ ചെയ്തപ്പോ ഇപ്പം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഷിഫ്റ്റ് അനാലിസിസ് ഒഫീഷ്യലായിട്ട് ചെയ്തുകൂടാ. കാരണം ഒഫീഷ്യലായിട്ട് ഡാറ്റ ലീക്ക് ആയിക്കോളുന്ന രീതിയിൽ RRBയുടെ സൈറ്റിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു, നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അൺഒഫീഷ്യലായിട്ട് ചെയ്തപ്പോഴും അവരുടെ ബ്ലോഗിലൊക്കെ എന്തുണ്ട്, ഈ ഒരു ഈസി ഷിഫ്റ്റിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഇത് ഈ ഒരു റെസ്പോൺസ് നോക്കുമ്പോൾ കൺസോൾട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ രണ്ടും പക്ക മാച്ച് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാൻ കാരണം. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിലിപ്പം പറയുന്ന പ്രകാരം 43 ആണ് ലോവസ്റ്റ് ആവറേജ് മാർക്കും, 52 ആണ് എന്ത് ഹയസ്റ്റ് ആവറേജ് മാർക്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു PDF-ലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഈ ഒരു PDF-ല് നമ്മൾ നേരത്തെ പറഞ്ഞ റാങ്ക് മിത്ര ആണ് അനാലിസിസ് നടത്തിയേക്കുന്നത്. അപ്പൊ ഇതിൽ ഓരോ സോണിലും ഓരോ ബ്രാഞ്ച് വൈസ് തന്നെ എന്ത് എത്ര ആൾക്കാർക്ക് ഇത്ര പെർസെന്റേജ് ഇത്ര മാർക്കിന് മേലെ ഉണ്ടെന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നുണ്ടാവും ബാംഗ്ലൂർ, ചെന്നൈ, ട്രിവാൻഡ്രം സോൺ ആയിരിക്കും മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ടാവുക. ബാക്കിയുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വേണമെങ്കിൽ പോസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ബാംഗ്ലൂര്, ചെന്നൈ, ട്രിവാൻഡ്രത്തിലേക്ക് നമുക്ക് പോവാം. എന്നിട്ട് ഏറ്റവും അവസാനം നമുക്കൊരു കട്ട് ഓഫിന്റെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിഡിക്ട് ചെയ്യാം. ഇതിലിപ്പോ CMA അല്ലാതെ സിവിലിന്റെ കേസിൽ 2127 പേരാണ് എന്ത് ചെയ്തിട്ടില്ലേ, ഇത് റെസ്പോൺസ്
കൊടുത്തിട്ടുള്ളത്. ആ 2127 ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മളോട് പറയുന്നത്. അതിൽ 80-ന് മേലെ 4 ആൾക്കാർക്കാണ് ഉള്ളത്, 75-ന് മേലെ 18, ഈ നാലും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. 75-നും 80-ന്റെ ഇടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 പേരുണ്ടാവും. 70-ന് മേലെ 66, 65-ന് മേലെ 146, 60-ന് മേലെ 294, 55-ന് മേലെ 497 എന്നുള്ള രീതിയിലാണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ 20 മാർക്ക്, അതേപോലെ 25 മാർക്ക് ഒക്കെ കിട്ടിയ കുറെ പേരൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കൽ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, നോക്ക്, 80-ന് മേലെ 3 പേരാണുള്ളത്, 80 85-നും ഇടക്ക്. അതേപോലെ UR, OBC, EWS അതുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അനാലിസിലേക്ക് പോവാം. 75-ന് മേലെ 9, 70-ന് മേലെ 32, 65-ന് മേലെ 52, 60-ന് മേലെ 89 സ്റ്റുഡൻസ് ആണ് ഉള്ളത്. 55-ന് മേലെ 133, 50-ന് മേലെ 172. അതേപോലെ ഇലക്ട്രോണിക്സിന്റെ കേസിലാണെങ്കിലും ഇതേപോലെയാണ് എന്ത് ചെയ്യാം ഡാറ്റാസ് വരുന്നത്. 70-ന് മേലെ 14 പേരുണ്ട്, 65-ന് മേലെ 25, 60-ന് മേലെ 35 എന്നുള്ള രീതിയിൽ. അപ്പൊ നമുക്കിവിടെ ബ്രാഞ്ച് വൈസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നത്, കാരണം എന്താ വെച്ചാൽ എല്ലാ ഇലക്ട്രിക്കലൊക്കെ എല്ലാ പോസ്റ്റിനും അപ്ലൈ വേണ്ടി പറ്റുന്നതാണ്. സിവിലൊക്കെയാണ് ചില പോസ്റ്റിന് മാത്രം അപ്ലൈ വേണ്ടി പറ്റുള്ളൂ, അങ്ങനെയൊക്കെ വരുന്നത്. അതുപോലെ മെക്കാനിക്കൽ കേസിന് ടോട്ടൽ 660 റെസ്പോൺസ് ആണ് വന്നേക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. 5, 18, 47, 96, 150, 216 രീതിയിലൊക്കെ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ജസ്റ്റ് ചെന്നൈയിലേക്ക് പോവാം. അപ്പോ ഇതിന്റെ നമുക്ക് വന്നിട്ട് ഏറ്റവും അവസാനം നമുക്കൊരു ചെറിയൊരു കട്ട് ഓഫിലേക്ക് കൂടി നമുക്ക് പ്രഡിക്ഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ചെന്നൈയിൽ സിവിലാകെ 1416 റെസ്പോൺസ് ആണ് നമുക്ക് അവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ 75-ന് മേലെ 6 ആൾക്കാരുണ്ട്, 70-ന് മേലെ 32, 65-ന് മേലെ 80, 60-ന് മേലെ 161 രീതിയിലൊക്കെയാണ് പോകുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ അവിടെ 2370 റെസ്പോൺസ് നമുക്ക് ചെന്നൈയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ 90-ന് മേലെ 1 കാണുന്നുണ്ട് റെസ്പോൺസ്, 85-ന് മേലെ 3 ആൾക്കാർ കാണുന്നുണ്ട്, 80-ന് മേലെ 23 ആൾക്കാർ കാണുന്നുണ്ട്, 75-ന് മേലെ 78 പേര് കാണുന്നുണ്ട്, 70-ന് മേലെ 190 കാണുന്നുണ്ട്, 65-ന് മേലെ 386 കാണുന്നുണ്ട്, 60-ന് മേലെ 658 കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയതാണ്. 2370 നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ എന്താ 90-ന് മേലെ കാണാം. നമ്മൾ ഇതുവരെ നോക്കി, ഞാൻ ജസ്റ്റ് കണക്കൂട്ടിൽ പറയുന്നേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് എന്താ ട്രിവാൻഡ്രം ഫോൺ കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ബാക്കി ഇന്നത്തെ ഇലക്ട്രിക്കലി 147 റെസ്പോൺസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ 85-ന് മേലെ 1, 80-ന് മേലെ 1, 75-ന് മേലെ 3, 70-ന് മേലെ 10, 65, 124, 39, 57, 70. അതേപോലെ ഇലക്ട്രോണിക്സ് ആണെങ്കിലോ 75-ന് മേലെ 2, 70-ന് മേലെ 13, 65-ന് മേലെ 22, 39, 49, 57. ട്രിവാൻഡ്രത്ത് പൊതുവെ നമുക്ക് കിട്ടിയ റെസ്പോൺസ് കുറവാണ്. ഇത് നോർത്ത് ഇന്ത്യൻസ് ആണല്ലോ മെയിനായിട്ട്. 4, 10, 25, 39, 58, 76, 93 ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ഇതാണ് ഓൾ ഷിഫ്റ്റ് ആവറേജ് റോ സ്കോർ. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത്. 17-ാം തീയതിയാണ് 43 വന്നേക്കുന്നത് ആവറേജ് മാർക്സ്, ഈ 11,413 സ്റ്റുഡൻസിന്റെ ബേസ് ചെയ്തിട്ട്. അതേപോലെ 17-ാം തീയതി അതിനകത്ത് സെക്കൻഡ് ഷിഫ്റ്റിനാണ് പിന്നെ കുറച്ച് സെക്കൻഡ് ലോവസ്റ്റ് ഉള്ളത്. ഹയസ്റ്റ് മാർക്കുള്ള ഷിഫ്റ്റ് തന്നെയാണ് ഉള്ളത്, 12,141 റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്കിപ്പം ഓരോ സോണിലും ബ്രാഞ്ച് വൈസ് ആയിട്ട് ആവറേജ് മാർക്സ് നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ, ബാംഗ്ലൂരിൽ നോക്കുവാണെങ്കിൽ സിവിലില് 41, ഇലക്ട്രിക്കല് 41, ഇലക്ട്രോണിക്സ് 39, ബാംഗ്ലൂർ 43, സോറി മെക്കാനിക്കൽ 43. ആ ഒരു രീതിയിലാണ് ആവറേജ് മാർക്സ് വന്നേക്കുന്നത്. ഇനിയിപ്പോ ചെന്നൈയിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കൂടും, കണ്ടില്ലേ. മെക്കാനിക്കല് 50 വന്നു, ഇലക്ട്രോണിക്സ് 48, ഇലക്ട്രിക്കല് 48, സിവില് 39, CMA 55. 48, 50. ഇവിടെ ബാംഗ്ലൂർ നമുക്ക് എത്ര വന്നേക്കുന്നത് നേരത്തെ 39, 41 വന്നത്. നേരെ എന്തായി നമ്മുടെ ചെന്നൈയിൽ പോകുമ്പോഴെന്താ അവിടെ ആവറേജ് എന്തായി കൂടി, അല്ല ഇലക്ട്രിക്കല് 48, സിവില് മാത്രമാണ് അവിടെ കുറഞ്ഞേക്കുന്നത്. ബാക്കിയൊക്കെ എന്തുണ്ട് 48 ആ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ട്. 48, 48, 50 എന്നുള്ള രീതിയിൽ തന്നെ എന്തുണ്ട് ചെന്നൈയുടെ കേസിനുണ്ട്. ഇനിയിപ്പോ നമ്മൾ തിരുവനന്തപുരം നോക്കണമെന്നുണ്ടെങ്കിലോ, സിവില് 43, CMA 52, ഇലക്ട്രിക്കൽ 46, ഇലക്ട്രോണിക്സ് 49, മെക്കാനിക്കൽ എത്രയുണ്ട് 49 രീതിയിൽ തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്.
അപ്പോ ഇത് നമ്മൾ എപ്പോഴും നമ്മളിപ്പോ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പറയില്ലേ, സർവേ റിസൾട്ട് എന്നൊക്കെ പറയുന്നത്, അതായത് സ്മോൾ സ്കെയിൽ നമ്മൾ ലാർജ് സ്കെയിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ആ ഒരു രീതിയിലുള്ള കമ്പാരിസൺ തന്നെയാണ് നമ്മളിവിടെ നടത്തുന്നത്. അതായത് സ്മോൾ സ്കെയില് ഒരു വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ ലാർജ് സ്കെയിലേക്ക് നമ്മളവിടെ കമ്പാരിസൺ ആണ് നമ്മളവിടെ നടത്തുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു എന്താ പറയണ്ടേ, എക്സാക്ട് ആയിട്ട് നമുക്ക് അങ്ങനെ ഇത്രയേ വരുള്ളൂ അല്ലെങ്കിൽ ഇത്രയാവുന്നില്ലായിട്ട് നമുക്ക് അവിടെ പറയാനൊന്നും പറ്റില്ല. പക്ഷെ പല ലിമിറ്റേഷൻസ് നമുക്ക് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സർവേയിൽ എല്ലാവരും അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ് അങ്ങനെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്, അല്ലെ? അപ്പോ അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനുണ്ട്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെറിയൊരു പ്രഡിക്ഷനിലേക്ക് നമുക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റും. അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഇതിലിപ്പോ നമുക്കൊരു ആവറേജ് മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എടുക്കാം? ആവറേജ് മാർക്സ് പല രീതിയിൽ അവിടെ ആവറേജ് മാർക്ക് വരുന്നുണ്ട്, അല്ലെ? നമുക്കിപ്പോ ഒരു ഇതിലൊരു നമുക്കൊരു ആവറേജ് മാർക്ക് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എടുക്കാൻ വേണ്ടി പറ്റും? ഒരു 51 to 60 മാർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ നോർമലൈസേഷൻ കൂടി കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജ് മാർക്സ് വേണമെങ്കിൽ എടുക്കാം. +or -3 വേണമെങ്കിൽ ഇടാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് നമ്മൾ ആവറേജ് മാർക്ക് എടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡേഞ്ചർ സോൺ, ഓക്കെ, ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ എന്തായാലും ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ എന്തായിരിക്കണം, ആവറേജ് മാർക്ക്, അല്ലെ? അതേപോലെ എന്തായിരിക്കണം, സേഫ് സോണിനെക്കാട്ടും ഹൈ ആയിരിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് പറയുന്നുണ്ടാവുക, ആവറേജ് മാർക്ക് നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോ നമുക്കിത് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ പറയാണ്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോ എന്നിരുന്നാലും നമ്മൾ ജസ്റ്റ് ഒരു പ്രഡിക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ഇത് എക്സാക്ട് ആയിട്ട് അവിടെ ഒരു നിർബന്ധവുമില്ല. അതേപോലെ ഇതിൽ നമുക്ക് തെറ്റുകൾ പറ്റാം. പക്ഷെ എന്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60+. ഞാൻ 3 കാറ്റഗറിയിൽ പറയുന്നുണ്ടാവും, 3 കാറ്റഗറി പറയുന്നുണ്ടാവും. ഫസ്റ്റ് കാറ്റഗറി, സെക്കൻഡ് കാറ്റഗറി, തേർഡ് കാറ്റഗറി. അപ്പോൾ 60+ അല്ലെങ്കിൽ ഒരു 65+ ഉള്ളവർ എന്ത് ചെയ്യാം, CBT 2 എന്തായാലും നോക്കി തുടങ്ങിക്കോന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നുള്ളൂ. 60 അല്ലെങ്കിൽ 65+. CBT 2 നിർബന്ധമായിട്ട് എന്ത് ചെയ്യാം, പഠിക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ചെറിയൊരു പ്രൊഡിക്ഷൻ ആണ്, ഇതിൽ തെറ്റുകൾ പറ്റാം. എന്നിരുന്നാലും 60 അല്ലെങ്കിൽ 65+ നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങൾ CBT 2 വേണ്ടി പ്രിപ്പയർ തുടങ്ങണം. എന്തായാലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇതിൽ നമ്മളിപ്പോ പല എന്താ പറയണ്ടത്, നമ്മളെ പല ഫാക്ടേഴ്സ് ഉണ്ട്, അതിലേക്ക് നമ്മൾ വരാം. പിന്നെന്താ, ഒരു 45-നും ഒരു 60-നും ഇടക്ക്, ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ CBT 2 വേണ്ടി പ്രിപ്പയർ ചെയ്യണം. എന്തായാലും CBT 2 വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. അതേപോലെ എന്താ, അതിന്റെ കൂടെ തന്നെ ടെക്നിക്കലിന്റെ വേറെ എക്സാംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെയും കൂടി എന്താ നോക്കുക. ഓക്കെ, ബാക്കിയുള്ള ടെക്നിക്കൽ എക്സാംസും കൂടി എന്താ നോക്കുക. നമുക്ക് 45 to 60 എന്ന് പറയുമ്പോൾ അതൊരു നമുക്കൊരു എന്താ പറയണ്ടേ, ഇതിൽ നമുക്കൊരു ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ട്. ഓക്കെ, ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ട് ഇതിൽ, അതിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. 45-60 ഇടയിലുള്ളവർ എന്താ, ഇതില് മൂന്നിലും ഗെയിം ചേഞ്ചേഴ്സ് ഉണ്ട്, നമുക്ക് പറയാം. 45-60 ഇടയിലുള്ള CBT 2 കൂടി പ്രിപ്പയർ ചെയ്യുക. അതിനിവിടെ ടെക്നിക്കൽ എക്സാംസും കൂടി നോക്കുക. അതല്ല ഈ 45-ന് താഴെ അല്ലെങ്കിൽ 40-ക്ക് താഴെയുള്ളവർ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും അപ്കമിങ് എക്സാമിന് വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അവിടെ അവർക്ക് എന്താ ചാൻസ് അവിടെ കുറവാണ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി അവിടെ ചാൻസ് ലെസ് ആണ്. ഓക്കെ, ചാൻസ് ഇല്ല എന്നല്ല, ചാൻസ് എന്താ വളരെ വളരെ കുറവാണ്. പിന്നെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ, സ്വാഭാവികമായിട്ട് അവിടെ റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ചാൻസ് ഉണ്ട്. അല്ലാതെ 45-നെക്കാട്ടും ബിലോ എന്ന് പറയുന്നത് എന്താ, നമുക്കവിടെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അവിടെ തോന്നുന്നില്ല. ഓക്കെ, ഇതിലിപ്പം എന്താ പറയണ്ടേ, ഗെയിം ചേഞ്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗെയിം ചേഞ്ചേഴ്സ്, ഗെയിം ചേഞ്ചർ ആരാ? ഒന്ന് സ്വാഭാവികമായിട്ടും നമ്മളുടെ നോർമലൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസേഷൻ, അല്ലെ? സ്റ്റാൻഡർഡൈസേഷൻ. പിന്നെന്താ, നമ്മുടെ ഏത് കാറ്റഗറി ആണ്, റിസർവേഷൻ അല്ലെങ്കിൽ സോണ്. പിന്നെന്താ, തേർഡ് അല്ലെങ്കിൽ ലീസ്റ്റ് പ്രിഫറൻസ്. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലീസ്റ്റ് പറയാണ്ടിപ്പല്ല, പോസ്റ്റ് പ്രിഫറൻസ് ആണ് എന്തിരിക്കുന്നത്. പിന്നെ പോസ്റ്റ് പ്രിഫറൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ നോർമലൈസേഷൻ, പിന്നെ എന്താ കാറ്റഗറി അല്ലെങ്കിൽ സോൺ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോ നമുക്കിത് എന്താ പറയണ്ടേ, നമ്മൾ പറഞ്ഞല്ലോ ഇതൊക്കെ ഒരു പ്രഡിക്ഷൻ ആണ്. ഇത് എക്സാക്ട് ആവണം നമുക്കൊരു നിർബന്ധവും ഇല്ല. ഓക്കെ,
അപ്പോ ഇതിലിപ്പം നിങ്ങളിപ്പോ പറയുവാണെങ്കിൽ നിങ്ങൾ ഇനിയിപ്പം റിസൾട്ട് വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും സമയം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ 2 ആഴ്ചയൊക്കെ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പലർക്കും ക്രാക്ക് ചെയ്യാണ്ട് പറ്റാതെ പോയതുണ്ട്. കാരണം വെച്ചാൽ റിസൾട്ട് വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ട് സമയം ഉണ്ടാവില്ല അവിടെ ബേസിക്കലി. അപ്പോ ഞാൻ പറഞ്ഞതാണ്, അതായത് നിങ്ങൾക്ക് ഇത് CBT വേണ്ടി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ടെക്നിക്കൽ എക്സാംസിന്, ബാക്കിയുള്ള ടെക്നിക്കൽ എക്സാംസിന് എന്താ അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഓക്കെ. അപ്പോ ഈ 45 മാർക്കിന് ബിലോ കാര്യം നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ അവിടെ സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡ് ആണ് ഇപ്പോ. മുന്നേ വെച്ചാൽ അത്ര കോമ്പറ്റീഷൻ ഇല്ല, ഇപ്പം ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പല എന്താ പറയണ്ടേ, ചിലപ്പോ സോണിൽ ഇപ്പം റിസർവേഷൻ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മാർക്ക് അവിടെ കുറെ സാധ്യതയുണ്ട്, കട്ടപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എനിവേ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. എനിവേ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.